തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. കാമത്ത ലൈനിൽ നിന്നും ഹോട്ടലുടമയെ കുത്തി പടിഞ്ഞാറേക്കോട്ടയിലെത്തി 2 പേരെ കുത്തുകയായിരുന്നു. പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഇയാളെ പിടികൂടാനായോ? ജിൽസി, ഇന്ന് പുലർച്ചോടുകൂടിയാണ് ആലുവ പോലീസ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് ആക്കിയത്. ഇയാള് നേപ്പാൾ സ്വദേശിയാണ്. ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി ഏതാണ്ട് അരമണിക്കൂറിനകം അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബാത്റൂമിന്റെ വഴിയാണ് ഇയാൾ ചാടി രക്ഷപ്പെട്ടത്. പിന്നീട് ഇയാൾ കിഴക്കേക്കോട്ടയിലെത്തി അവിടെ കാമത്ത് ലൈനിൽ ഹോട്ടൽ ഉടമയായ 66 വയസ്സുള്ള മുരളിയെ കുത്തി പരിക്കേൽക്കുകയായിരുന്നു. അതിനുശേഷം റോഡിലൂടെ നടന്നുപോയി പടിഞ്ഞാറേക്കോട്ടയിലെത്തി അവിടെ മറ്റ് 2 പേരെയും ആക്രമിച്ചു. ഇപ്പോൾ പരിക്കേറ്റ മുരളിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിലും മറ്റ് 2 പേരെ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ വീണ്ടും പോലീസ് പിടികൂടുകയും തൃശൂർ മാനസിക കേന്ദ്രത്തിലെത്തി മറ്റ് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തുടരുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, രാത്രി 1 മണിയോടുകൂടി ഇയാൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അതിനുശേഷം അരമണിക്കൂറിനകം ഇയാൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അവിടെ ബാത്റൂമിൽ പോകുന്ന വഴിയുള്ള മതിൽ ചാടി ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അറിയുന്നത്. എങ്ങനെയായാലും എത്തി അരമണിക്കൂറിനുള്ളിൽ ഈ വിരുദ്ധൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്തായാലും അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരുടെ നിലയും ആശങ്കകരമായ രീതിയിലില്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയുന്നത്. ഈ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച ആൾക്കുള്ള ചികിത്സയും തുടരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ, ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരുന്നു.